ഇപ്പോൾ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചില്ല എന്നുള്ള ഒരു മൊഴിയാണ് മന്ത്രി വീണ ജോർജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അന്ന് വിഷയത്തിൽ സജീവമായി ഇടപെട്ട ഒരാളെന്ന നിലയിൽ ഇപ്പോൾ അന്ന് ഉയർത്തിയ വാദങ്ങൾ ആരോപണങ്ങൾ ശരിയല്ലെന്ന് വരികയല്ലേ? ഞാൻ പറഞ്ഞെന്താ, ഞാൻ കണ്ട കാര്യമാണ്. വീണ ജോർജ് എന്ന കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വളരെ ക്ഷീണിതയായി പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ് ഞാൻ കാണുമ്പോൾ. സാധാരണ വളരെ എനർജറ്റിക്കായി സംസാരിക്കുന്നവർക്ക് എന്നോട് റിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല, കഴുത്തിന് വേണ്ടത്ര മൂവ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം. അപ്പോൾ അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് പോലീസാണ് കണ്ടത്. ഞാൻ എൻ്റെ സ്റ്റാൻഡ് അന്നും അങ്ങനെയായിരുന്നു, ഇന്നും ഇങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികവും അവശ്യമായ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ദൗത്യമാണ് ഞാൻ നിർവഹിച്ചത്. ഉടൻ തന്നെ അവർ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. കാരണം എൻ്റെ സഭയിൽ ഒരു അംഗം അവശ്യമായി പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ എന്നാൽ ശരി ഓക്കെ എന്ന് പറഞ്ഞ് വന്ദേ ഭാരത് കയറിപ്പോവാണ് ചെയ്യേണ്ടത്. എന്റെ ഉത്തരവാദിത്വം വീണ ജോർജിനെ ഹോസ്പിറ്റലിൽ കാണിക്കുക എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കാര്യത്തിൽ ഞാൻ ചെയ്തു. അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തി. എന്റെ കൂടെ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി കൂടി ഉണ്ടായിരുന്നു, കെ സജീവൻ. ഞാൻ സജീവൻ ഉണ്ടായിരുന്നു, അവരുടെ മറ്റ് അംഗങ്ങൾ ഉണ്ടായിരുന്നു. അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അഡ്മിറ്റ് ചെയ്യണം, കാരണം അവർക്ക് നടക്കാൻ പറ്റുന്നില്ല, മൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല ഫ്രീ ആയി. അത്തരമൊരു ഘട്ടത്തിൽ അഡ്മിറ്റ് ചെയ്യുന്ന സാഹചര്യമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് ആ വിഷയത്തിൽ എനിക്ക് സൂചിപ്പിക്കേണ്ടത്. അന്ന് ഇടപെട്ടതോടെയാണല്ലോ നേരത്തെ ഒന്നാം പ്ലാറ്റ്ഫോമിൽ നടന്ന പ്രശ്നം കുഴപ്പമില്ലാതെ പിന്നീട് മൂന്നാം പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കയറാനായി മന്ത്രി വരുന്നു. പിന്നീട് അതിനെ രാഷ്ട്രീയമാക്കി മാറ്റിയത് അങ്ങനെ ഇടപെടലാണ് എന്നാണ് KSUക്കാരൊക്കെ വിമർശിക്കുന്നത്, കോൺഗ്രസ് വിമർശിക്കുന്നത്. ഇതില് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു അവശ്യയായി നിൽക്കുന്ന മന്ത്രിയെ കണ്ടാൽ ഓക്കെ മാഡം എന്ന് പറഞ്ഞ് ട്രെയിൻ കയറി പോകേണ്ട ചെയ്യണം. അവർ അവശ്യയായിരുന്നു. അവിടെ ഉണ്ടായ ഒരു റൊക്കസ്, അവിടെ വേണമെങ്കിൽ ഒരു സ്കഫ്ലിംഗ് നടന്നു. അതിന്റെ ഭാഗമായി ഉണ്ടായ പരിക്കെന്ന് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത്. അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പിന്നെ ഈ മന്ത്രിമാരെ കരിങ്കൊടി കാണിക്കലും ജയിലിൽ കിടക്കലൊന്നും ഒരു ആദ്യ സംഭവമല്ല. എന്റെയൊക്കെ ഹിസ്റ്ററി നിങ്ങൾ നോക്കിയാൽ മതി. ഏതാണ്ട് 100 ദിവസം ഞാൻ ജയിലിൽ കിടന്ന ആളാ ഈ കരിങ്കൊടി കാണിച്ചിട്ടാണ്. അപ്പൊ ഇതെന്തോ ഒരു മഹാജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാണ് KSU പറയുന്നത്. കോൺഗ്രസിന്റെ നേതാക്കൾ അതിന് എൻഡോസ് ചെയ്യാണ്. സമരം നടക്കുന്ന ആളെങ്ങനെയാ? സമരം നടക്കുമ്പോൾ അതുകൂടി ആന്റിസിപ്പേറ്റ് ചെയ്യണ്ടേ? സമരം നടക്കുമ്പോൾ ജയിലിൽ പോകേണ്ടി വരും. പിന്നെ ഒരു വനിതാ മന്ത്രിക്ക് നേരെ KSUവിന് അത്രയും പെൺകുട്ടികളില്ലേ? ഒരു വനിതാ മന്ത്രിക്ക് നേരെ KSUവിന്റെ ആൺകുട്ടികളാണോ ചാടിയെടുക്കേണ്ടത്? അവർക്ക് പെൺകുട്ടികളില്ലേ? കരിങ്കൊടി കാണിക്കുന്ന തെറ്റല്ല, പ്രതിഷേധിക്കുന്ന തെറ്റല്ല, അതൊക്കെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അങ്ങനെ വരുമ്പം ജയിലും കടക്കേണ്ടി വരും. അത് ജയിലിൽ കിടത്തിയതെന്തോ മഹാ അപരാധം എന്ന രീതിയിലാണ് ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ പല ആളുകളും സൈബർ സ്പേസിൽ കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകളും പറയുന്നത്. അത് ശരിയല്ല. ജനാധിപത്യത്തിൽ സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്, കരിങ്കൊടി കാണിക്കാം. അതിന്റെ ഭാഗമായി ജനാധിപത്യത്തിൽ ഒരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥയുടെ ഭാഗമായി ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും. അത്തരത്തിൽ മാസങ്ങളോളം ജയിലിൽ കിടന്ന ആളാണ് ഞാൻ. ഇതൊക്കെ പഠിപ്പിച്ചത് അവരാണല്ലോ. പ്രതിഷേധിക്കുന്നവരെ 308ലും 307ലും പെടുത്തി ഈ കേരളത്തെ പഠിപ്പിച്ച പാർട്ടി കോൺഗ്രസ് ആണ്. 307ലും 308ലും ഞാൻ ഒരു ഡസനിലേറെ കേസിൽ പ്രതിയാക്കിയിട്ടല്ല. ഞാൻ ആരെയും കൊല്ലാൻ പോയതല്ല. അത് എന്നെ പ്രതിയേർത്തിട്ട് ജയിലിൽ കിടന്നിട്ടുണ്ട്. അപ്പൊ അത് സമരത്തിനകത്ത് സ്വീകരിക്കുന്ന ഒരു സമീപനമാണ്. അത് വേണോ എന്നുള്ളത് എല്ലാവരും ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഒരു വനിതയ്ക്ക് നേരെ ഒരു വനിതയെപ്പോലും ഉപയോഗിക്കാതെ സമരം നടത്തുന്ന രീതിയും കോൺഗ്രസ് പരിശോധിക്കണം. അവർക്ക് ഇഷ്ടം പോലെ വനിതാ ലീഡേഴ്സ് ഉണ്ടല്ലോ, KSU ലീഡേഴ്സ് ഉണ്ടല്ലോ. വളരെ നന്നായി സംസാരിക്കുന്ന, നന്നായി ഇടപെടാൻ സാധിക്കുന്ന KSUവിന് യങ് യുവതികളുണ്ടല്ലോ. അവരാരും ഇടപെടാതിരുന്നത്. അപ്പൊ അവരൊന്നും ഇല്ലാതെ ഒരു വനിതയ്ക്ക് നേരെ നടത്തിയ സമരവും ശരിയല്ല എന്ന അഭിപ്രായം എനിക്കുള്ളത്. ഏതായാലും എന്റെ സ്റ്റാൻഡ് അതാണ്. അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ സ്കഫ്ലിംഗിൽ നടന്നതായിരിക്കാം. അവരവശ്യായിരുന്നു. ആയുധമൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ആ സ്കഫ്ലിംഗിലുണ്ടായ അവരുടെ അവശതയും മറ്റുമാണ് അവർ അഡ്മിറ്റ് ചെയ്യണമെന്ന രീതിയിലേക്ക് ഞാൻ ചിന്തിച്ചത്. ഞാൻ എന്റെ ദൌത്യം മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.